കുറച്ച് കറിവേപ്പിലയാണ്. കറിവേപ്പിലയെല്ലാം ഞാൻ ഇറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വറുത്തെടുക്കുന്നത് എന്തിനാണെന്ന്. ഇത് വറുത്ത് നമ്മളൊന്ന് കുപ്പിയിലോ നല്ല കണ്ടെയ്നറിലോ ഒന്ന് സൂക്ഷിച്ച് വെച്ചാൽ മാസങ്ങളോളം ഈ കറിവേപ്പില ചീത്തയാകാതിരിക്കും. ഈ വിദേശത്തൊക്കെ ഉള്ളവർക്ക് കൊടുത്തയക്കുന്നതിന് വേണ്ടിയിട്ടും ഈ കറിവേപ്പില ഇങ്ങനെ ഒന്ന് ബോയിൽ ചെയ്ത് എടുത്ത് വെക്കുന്നത് നല്ലതാണ്. ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊണ്ടുവരട്ടെ. ഇതാ ജസ്റ്റ് ഒന്ന് അടുപ്പിലിട്ടിട്ട് ഒരു 5 മിനിറ്റോളം നമ്മൾ ഇതൊന്ന് ചൂടാക്കുമ്പോൾ ഇതിൽ വയ്ക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടാൽ മതി. കൂടുതൽ ഇതിൽ വേണ്ട, എങ്കിൽ കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വാടിയല്ല, ഇതിനൊരു നിറവ്യത്യാസം വരും. കാരണം ഒന്ന് മൊരിഞ്ഞ് വരുന്ന ആ ഒരു ഇത് വരുമ്പോൾ ഇതൊന്ന് നമ്മൾ ഒന്ന് മാറ്റി വയ്ക്കണം. ഇതെല്ലാം നല്ലവണ്ണം ബോയിലായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ന്യൂസ് പേപ്പറിൽ തട്ടി ഒന്ന് ഉണക്കിയതിന് ശേഷം ഇത് നല്ല കുപ്പിപ്പാത്രങ്ങളിലോ നല്ല കണ്ടെയ്നറിലോ അടച്ചു വയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് വറുത്ത ഉലുവ ഒന്ന് അടിയിലിട്ടതിന് ശേഷം ഈ കറിവേപ്പില വാരിയിട്ടിട്ട് മീതയും കുറച്ച് ഉലുവയും കൂടെ ഇട്ടിട്ട് നിങ്ങൾ കണ്ടെയ്നർ അടച്ച് ഒന്ന് കുലുക്കി വെച്ച് കഴിഞ്ഞാൽ മാസങ്ങളോളം ഈ കറിവേപ്പില നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ.